കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിയോജക മണ്ഡലത്തിൽ പൗരാവകാശങ്ങളും സംഘടനാ സ്വാതന്ത്ര്യങ്ങളും ഭരണത്തിന്റെയും ഗുണ്ടായുസത്തിന്റെയും മറവിൽ ഹനിക്കപ്പെടുന്നതിന്റെ ഏറ്റവും ശക്തവും വ്യക്തവുമായ തെളിവാണ് മലപ്പട്ടം പഞ്ചായത്തിലെ അടുവാപ്പുറത്ത് ഇപ്പോൾ നമ്മൾ കണ്ടത്. കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച രാഷ്ട്രപിതാവിന്റെ സ്തൂപം CPM പ്രവർത്തകർ തകർക്കുകയും ആ സ്തൂപത്തിൽ തന്നെ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഇന്ദിരാ പ്രിയദർശിനിയുടെയും ലോക സമാധാനത്തിന്റെ ബലിക്കല്ലിൽ ജീവൻ ബലി കൊടുത്ത രാജീവ് ഗാന്ധിയുടെയും ഫോട്ടോകളുണ്ടായിരുന്നു. ഈ 3 ഫോട്ടോകളുമാണ് സ്തൂപങ്ങളാണ് CPM ഗുണ്ടകൾ തരിപ്പണമാക്കി തകർത്ത് നാമാവിശേഷമാക്കിയത്. ഇതിനെതിരായിട്ടുള്ള പരാതി പോലീസിൽ വന്നിട്ട് പ്രതികൾക്ക് പോലീസ് ഒത്താശയെന്ന സാഹചര്യമാണ് ഇപ്പം മലപ്പുറത്തുണ്ടായിട്ടുള്ളത്. CPMന്റെ നേതാക്കന്മാർ പരസ്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ എവിടെയും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് ഒരു ജില്ലാതല നേതാവാണ് വെല്ലുവിളിച്ചത്. അത് CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണോ, നയമാണോ? കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ, പോലീസ് വകുപ്പിന്റെ ശ്രദ്ധയിൽ, ഇന്റലിജൻസിന്റെ ശ്രദ്ധയിൽ ആ പ്രസ്താവന പെട്ടിട്ടുണ്ടോ? CPM സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിൽ ഇതാണ് അനുഭവമെങ്കിൽ എങ്ങനെ ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും നിയമം അനുശാസിക്കുന്ന ഭരണഘടന നൽകുന്ന സംഘടനാ സ്വാതന്ത്ര്യവും എങ്ങനെ കേരളത്തിൻ്റെ മണ്ണിൽ ഉറപ്പുവരുത്തും? മുഖ്യമന്ത്രി ഉത്തരം പറയുക തന്നെ വേണം. പോലീസ് ഇവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്, അത് പക്ഷപാതപരമായിട്ട് തന്നെയാണ്. ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നില്ല. സനീഷിൻ്റെ വീടിന് നേരെ അക്രമം, കല്ലേറുണ്ടായിട്ടുണ്ട്, ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികൾ ഇവിടെ സ്വൈര്യവികാരം നടത്തുകയാണ്. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. ഞാൻ വന്നപ്പോൾ ഒരുപാട് പോലീസുകാരെ കണ്ടു. എന്തിനാണ് സർക്കാരിൻ്റെ ഈ പൈസ ചെലവഴിച്ചവരെ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്? നിയമാനുസരണം പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? അക്രമ രാഷ്ട്രീയത്തെ CPM ഏതെല്ലാം തലത്തിൽ കൊലക്കേസിലെ പ്രതികളെ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഖജനാവിലെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള സർക്കാർ കേസുകൾ വാദിച്ചത്, കോടിക്കണക്കിന് രൂപ. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് വേണ്ടി ജയിലിലേക്ക് മുദ്രാവാക്യം വിളിച്ച് അവരെ ആവേശപൂർവ്വം സ്വീകരിക്കുകയാണ് ചെയ്തത്. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് എല്ലാ തലത്തിലും. ബോംബ് നിർമ്മാണം കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി CPM നടത്തിയിട്ടുണ്ട്. ബോംബ് നിർമ്മിക്കുമ്പോൾ എത്ര പേർ മരണപ്പെട്ടു? ഇതിന് സമീപത്തായ കുടിയാൻമലയിൽ തന്നെ എന്ന് പരിശോധിക്കണം. അപ്പോൾ അക്രമ രാഷ്ട്രീയമാണ് CPMന്റെ കൈമുതൽ. ജനാധിപത്യ പൗരസ്വാതന്ത്ര്യം അവർ അംഗീകരിക്കുന്നില്ല. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം KPCCയും കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസും ഉയർത്തുന്നു. ഇവിടെ ജനപ്രതിനിധികൾ, ബഹുമാനനായ KS സുധാകരൻ MPയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടത്തിലെ MLAയും ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടികൾ പോലും KPCC മെമ്പർ അബ്ദുൾ റഷീദിൻ്റെ പ്രസംഗം നടക്കുമ്പോൾ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് വണ്ടി വന്ന് ആ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുകയാണ് പോലീസിൻ്റെ മുമ്പിൽ. ഗാന്ധി പ്രതിമയ്ക്ക് BJPക്കാർ ഭീഷണി ഉയർത്തിയാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗാന്ധി ഘാതകരെ ന്യായീകരിക്കുന്ന, ഗാന്ധി പ്രതിമയെ തകർക്കുന്ന സമീപനത്തിലേക്ക് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി അധപ്പതിച്ചാൽ അതിനെ തിരുത്താൻ, ഇവിടുത്തെ നിയമവാഴ്ച ഉറപ്പുവരുത്താൻ, പൗരസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ, സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കാൻ ഞാൻ ഗവൺമെൻറ്റിനോട് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ്. ഇവിടെ നടക്കുന്ന ജനാധിപത്യ ധ്വംസനത്തിനുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ അറിയിക്കുകയാണ്. ഈ കുറ്റവാളികൾക്കെതിരെ നിയമം അനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോടും ആഭ്യന്തര വകുപ്പിനോടും ആവശ്യപ്പെടുകയാണ്. ED നമുക്കറിയാം. ED എന്തിനു വേണ്ടിയാണ്? രാഷ്ട്രീയ പ്രതിയോഗികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ED കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തിയത്. ആ ED തന്നെ ഇന്ന് വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണുള്ളത്. ചെങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണുള്ളത്. വളരെ വ്യക്തമല്ലേ അത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി, കേന്ദ്ര ഭരണ സംവിധാനം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എതിരാളികളെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏജൻസി, അവരുടെ കയ്യിലെ ഒരു കളിപ്പാവിയായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ഏജൻസി, ആ ഏജൻസി
അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ സ്വാതന്ത്ര്യം അവർ മിസ്യൂസ് ചെയ്യുന്നു, അത് പണസമാഹരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആ കേസ് വളരെ ഗൗരവമുള്ളതാണ്. അതിൽ ഉചിതമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണവും നടപടികളും വേണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ വേണം. ഓപ്പറേഷൻ സിന്ദൂറിലെ വിദേശ സംഘ പ്രതിനിധികളെ അയക്കുന്നതിൽ കോൺഗ്രസ് ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ദേശീയ നേതൃത്വമാണ് അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ദേശീയ കാര്യങ്ങൾ സംസാരിക്കും. പൊതുവെ വ്യക്തികൾ എന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിലൊരു ഭിന്നതയ്ക്ക് വേണ്ടി BJP ഇല്ലില്ല, അല്ല, ദേശീയ നേതൃത്വം അത് സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള പ്രതികരണങ്ങൾ എല്ലാ അവസരത്തിലും അവർ നടത്തിയിട്ടുണ്ട്. അതിനെ ഞങ്ങൾ വിലമതിക്കുന്നു. വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. അത് പലയിടത്തും പ്രശ്നങ്ങൾ അതുപോലെ നിൽക്കുകയാണ്. അതൊരു പക്ഷേ അത് തുടങ്ങിയത് ഈ വിഷയം കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞങ്ങളാണ്. UDF ആണ്, പ്രതിപക്ഷമാണ്. പ്രതിപക്ഷ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന മലയോര യാത്രയിൽ ഉയർത്തിയ വികാരമുണ്ട്. ഞാൻ നിയമസഭയിൽ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2 അടിയന്തര പ്രമേയങ്ങൾ ഞാൻ കൊണ്ടുവന്നു. ഒരു അടിയന്തര പ്രമേയം T. സിദ്ദിഖും ഒരു അടിയന്തര പ്രമേയം മാത്യു കുഴൽനാടനും കൊണ്ടുവന്നു. സർക്കാരിന് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തീർക്കാനുള്ള എന്തെങ്കിലും ഒരു മനസ്സുണ്ടെങ്കിൽ ആ പ്രമേയം ചർച്ചയ്ക്കെടുക്കണം. അടിയന്തര പ്രമേയം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നിയമസഭ നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ അതിന് സമയം കണ്ടെത്തിയാൽ മതി. 2 മണിക്കൂർ ചർച്ചയ്ക്ക് നിയമസഭയിൽ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 4 വട്ടം ആവശ്യപ്പെട്ടിട്ട് ഗവൺമെൻറ് അത് അനുവദിച്ചിട്ടില്ല. മുഖ്യമന്ത്രി യോഗം വിളിക്കണം. ഇതിൻ്റെ ഗൗരവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഞങ്ങൾക്ക് ഫലപ്രദമായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനും വേണ്ടി മുഖ്യമന്ത്രി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് തന്നെ പല കത്തുകൾ കൊടുത്തു. ഇപ്പം ഭരണകക്ഷി MLA മാർ അൻവർ പറഞ്ഞത് പോട്ടെ, ഇപ്പോൾ കോന്നി MLA-യും അതേ വഴിക്ക് തന്നെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഗവൺമെൻറ് ആ കാര്യത്തിൽ തികഞ്ഞ പരാജയമാണ്. മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മന്ത്രി രാജിവെക്കാൻ ബാധ്യസ്ഥനാണ്. തികഞ്ഞ പരാജയമാണ് ഗവൺമെൻറ്. മന്ത്രി അതിൽ പറയുന്നത് ഞാൻ രാജിവെച്ചാൽ ഇനി അങ്ങോട്ടൊരു ഫലപ്രദമായ നടപടികളുണ്ടാകും. ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കണം. എന്ത് പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്? ഏതിനാണ് പണം അനുവദിച്ചിട്ടുള്ളത്? ആവശ്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഏറ്റവും അവസാനം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്, നഷ്ടപരിഹാരം. അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ, അല്ലാതെ അതിൻ്റെ അകത്ത് പൈസയൊന്നും കൂട്ടിയിട്ടില്ല. അപ്പോൾ ആ വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ നിരുത്തരവാദം അവിടെയും പ്രകടമാണ്. ശരി, താങ്ക് യു.